നല്ല ഫ്രഷ് ചാള കിട്ടിയിട്ടോ നമ്മുടെ പാക്ക് ആൻഡ് സേവിന്ന്. ഞാൻ അന്നേരം മമ്മിയുടെ അടുത്ത് പറഞ്ഞു, ഞാൻ മമ്മിയും കൂടെ ഇന്ന് പോയത്. അപ്പോൾ മമ്മിയുടെ അടുത്ത് പറഞ്ഞു 4 എണ്ണം വാങ്ങിക്കാൻ മമ്മി, നമുക്ക് വറുത്ത് ഉച്ചക്കത്തേക്ക് ചോറിന് കൂട്ടാന്ന് പറയുമ്പോൾ മമ്മീൻ്റെ അടുത്ത് പറഞ്ഞു, എടി എന്തായാലും 4 എണ്ണം നന്നാക്കുമ്പോഴാണ് നാറ്റം വരും, അപ്പോൾ പിന്നെ കുറച്ച് അധികം വാങ്ങിക്കുവാണെങ്കിൽ അതല്ലേ നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നല്ല കുറച്ച് ചാള എടുത്തുകൊണ്ട് പോന്നതാണ്. അപ്പോൾ പ്ലാൻ പ്രകാരം ഇന്ന് കുറച്ച് കുടംപുളിയൊക്കെ ഇട്ടങ്ങ് വെക്കുക, നാളെയാകുമ്പം കുറച്ച് കപ്പയും കൂടെ പുഴുങ്ങി കഴിക്കാമെന്നുള്ള കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടം വറുത്ത് കഴിക്കാനാണ്. അപ്പോൾ കുറച്ചെടുത്ത് ഫ്രഷ്, പക്ഷെ എനിക്ക് വറക്കുമ്പോൾ തന്നെ കഴിക്കണം. അപ്പം കുറച്ച് 5-6 എണ്ണം വറക്കുകയും ചെയ്യാം എന്നുള്ള പ്ലാനിലാണ്. ഞാൻ പറഞ്ഞു മമ്മി, ഞാൻ എന്നാ ഇന്ന് ക്ലീനിങ്ങിന് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തേക്കാന്ന് പറഞ്ഞ് ക്ലീൻ ചെയ്യാൻ ഇറങ്ങിയിരിക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പം എൻ്റെ പരിവാരങ്ങൾ മുഴുവൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതേ ഡുഗ് വന്നിരിക്കുന്നുണ്ട്. പൂച്ച എത്തി, ചെറുക്കം മാത്രമേ എത്തിയിട്ടുള്ളൂ, പെണ്ണ് വന്നിട്ടില്ല. ഇനി അംഗസംഖ്യ കൂടാനുണ്ട് ഇവിടെ വരാറുള്ളത്. ഡുഗു ആണെങ്കിൽ ഇപ്പോൾ ഒരു പീസ് ഞാൻ തരുന്ന ഓർത്താണ് ഇരിക്കുന്നത്. ഡുഗു നാറുണ്ടെങ്കിൽ ഇത് മാറിയിരുന്നു. സാറേ വന്നിരിക്കുന്നുണ്ട്. സാർക്ക് കുറേ ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഇത് എന്നതാണ് ചാളാന്ന് പറഞ്ഞാൽ എന്നാന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. സാറൊക്കെ ഇങ്ങനെ ഭയങ്കര പേടിയാണ് മുള്ളുള്ള മീൻ കഴിക്കുക. അപ്പം ഞാൻ സാറിൻ്റെ അടുത്ത് പറയുമായിരുന്നു, ഇങ്ങനെ അമ്മയൊക്കെ ഇങ്ങനെ ചെറുപ്പത്തിൽ ഇങ്ങനെ മുള്ളുള്ള മീനൊക്കെ കഴിച്ചു കഴിച്ചത്, അതാണ് മോർ നല്ലത്. പയ്യെ കഴിച്ച് സ്കേറിനെസ് ഒക്കെ മാറും കഴിക്കാനുള്ളതെന്നൊക്കെ പറയുന്നുണ്ട്. സാറ് പറയുന്നത് അമ്മ ആ മുള്ളൊക്കെ നന്നായിട്ട് വെട്ടിക്കളാം, ഇതിൻ്റെ അകത്തുള്ളത് എന്നാന്നൊക്കെ സാറുടെ ക്വസ്റ്റ്യൻ. മീൻ്റെ വെയിനും മീൻ്റെ ബോഡിക്ക് അകത്തുള്ള പല കളറിലുണ്ടോ, അതിൻ്റെ വേസ്റ്റൊക്കെ ഉണ്ട്. എന്നതാ ഇറക്കാവുന്ന തരത്തില്ല അങ്ങനെ അങ്ങോട്ട്. ഞാൻ ഭയങ്കരമായിട്ട് വിചാരിക്കുമായിരുന്നേ, ഈ ഡെക്ക് പണിതത് കൊണ്ട് ഏറ്റവും ഗുണം വെയിലൊന്നും കൊള്ളാതെ വന്നിരുന്ന് ഇപ്പം നമുക്ക് എന്നാൽ പെരയ്ക്കകത്ത് തെറിച്ചിട്ടുമില്ല. ഇതാണെങ്കിൽ പിന്നെ ഇവിടെ ഇത് തെറിക്കുവാണേലും അങ്ങ് കഴുകി കളഞ്ഞാൽ മതി. തൊട്ട് പുറകിൽ തന്നെ പൈപ്പൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതുകൂടെ വായിൽ വെള്ളം വന്നിട്ട് വായിക്കോട്ടെ വിട്ടിട്ട് ഇരിക്കും കേട്ടോ. അതൊക്കെ നോക്കിക്കൊണ്ട് ഇപ്പം കിട്ടുന്നവർക്ക് ഒരാളുടെ വാലിരുന്ന് തട്ടുന്നുണ്ട്. അതിനുള്ള ആൻസറും അവൻ തരുന്നുണ്ട് കേട്ടോ കരഞ്ഞുകൊണ്ട്. എന്താണേലും ഇന്നതേ സൈഡിൽ ഒരാളതേ വന്ന് അമ്മ മീൻ നന്നാക്കണം നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഇന്നത്തെ ഒരു ദിവസം സൺഡേ ഞങ്ങളുടെ മീൻ നന്നാക്കലും ക്ലീനിങ്ങും പരിപാടിയായിട്ടങ്ങ് തീർക്കാന്ന് ഓർത്തു.